പ്രിയമുള്ളവരെ, 2-3 ദിവസമായിട്ട് നമ്മുടെ നൂറ് മുഹമ്മദിയ ക്ലാസ് നടന്നിട്ടില്ല. അതിന്റെ കാരണം ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കാൻ പോകുന്നത് പല തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ അത് ക്രോഡീകരിച്ചെത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ് കുറച്ചൊക്കെ ക്രോഡീകരിച്ചായി. അത് ഞാൻ വിഷയങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ്. പിന്നെ നൂറ് മുഹമ്മദിയ ക്ലാസ് നമ്മൾ റബീഉൽ അവ്വൽ കഴിയോടെ സമാപിക്കണം എന്നാണോ വേണ്ട എന്നാണോ? 2000 അറിയിക്കണം. അങ്ങനെ അനുസരിച്ച് നമുക്ക് നീങ്ങാം. വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് നബിയെ കുറിച്ച് വീണ്ടും പഠിക്കാം. ഒരുപാട് ചർച്ച നമുക്ക് നടത്താൻ പറ്റും ഇൻഷാ അല്ലാഹ്. അവിടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വിഷയം, മുത്തുനബി തങ്ങളെ മുന്നിൽ നിർജീവികളായ വസ്തുക്കളൊക്കെ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക. അതൊക്കെ നബി അവരിലേക്ക് അയക്കപ്പെട്ടവരാണ്, അവർക്കും കൂടി നേതാവാണ് നബി എന്നറിയിക്കണമല്ലോ. അതിന്റെ തെളിവുകളായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത്. വാനിബിന് മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാൽ, മസ്ഊദ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, ലഖദ് കുന്നാ നസ്മഉ തസ്ബീഹ ത്വആമി, മുത്തുനബി ഞങ്ങള് ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്ന ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഒഹുവ യുക്കലു, എത്തരത്തിൽ ആ ഭക്ഷണം കഴിക്കപ്പെടുന്നുണ്ട്. അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നബിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തസ്ബീഹ് കേൾക്കുകയാണ്. അതേ ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് വേറെ റിപ്പോർട്ടിൽ കാണുന്നത് ഇങ്ങനെയാണ്. എന്ത്? കുന്നാ നൗകുലു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തആമ, നബിയോടുകൂടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിൽ വനഹനു നസ്മഉ തസ്ബീഹു, ആ കഴിക്കപ്പെടുന്ന ഭക്ഷണം നബി തങ്ങളുടെ കൈകളിൽ നിന്ന് സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു എന്നാണ്. നോക്കണം, നിർജീവികളാണ്, ഭക്ഷിക്കപ്പെടുന്ന ഭക്ഷണമാണ്. അപ്പൊ അല്ലാഹു തആലാന്റെ ആദരവായ നബി തങ്ങൾ ആ ഭക്ഷണത്തിനും നേതാവാണ് എന്നറിയിക്കുവാനാണ് ആ തസ്ബീഹ് അല്ലാഹു തആല അവിടെ ചെല്ലാനുള്ള കഴിവെടുത്തത്. അത് സ്വഹാബത്ത് കേൾക്കുന്നു എന്നാണ്. ഈ ഹദീസ് ബുഖാരി, തുർമുദി റളിയല്ലാഹു അൻഹുമ എന്നീ ഇമാമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി വേറെ ഹദീസ്, വഖാല അനസ് റളിയല്ലാഹു തആല അൻഹു, ഇത് ഭക്ഷണമാണെങ്കിൽ ഇനി കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. നോക്കാം. അഖദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഫ മിൻ ഹസ, ചെറിയ കല്ലുകൾ ഒരു പിടി എടുത്തു നബി തങ്ങൾ. അതെടുത്തവ സബ്ബഹന ഫീ യദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ കല്ലുകൾ തിരുകരത്തിൽ വെച്ച് തസ്ബീഹ് ചൊല്ലുന്നു. ആ ചൊല്ലുന്നു ഹത്താ സമിഅന തസ്ബീഹ, ഞങ്ങൾ ആ തസ്ബീഹ് കേട്ടിട്ടുമുണ്ട്. അപ്പൊ ഞങ്ങളും നബിയും കൂടെ ഇരിക്കുമ്പോ നബി ഒരു പിടി കല്ലിനെടുത്തു. ആ കല്ല് റസൂലുള്ളാഹിന്റെ തിരുകരത്തിൽ നിന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലി ഞങ്ങൾ കേട്ടു എന്നാണ്. സുമ്മ സബ്ബഹുന്ന ഫീ യദി അബൂബക്കർ, പിന്നീട് ആ കല്ലുകൾ റസൂലുള്ള അബൂബക്കർ റളിയല്ലാഹു കൈക്ക് കൊടുത്തു. അപ്പൊ സബ്ബഹന, അങ്ങനെ അത് തസ്ബീഹ് ചൊല്ലി അബൂബക്കർ കയ്യിലും. സുമ്മ ഫീ ഐദീന, പിന്നെ ഞങ്ങളെ കയ്യിൽ വെച്ചു വന്നു. ഫമാ സബ്ബഹന, പിന്നെ എന്ത് ചെയ്തില്ല, തസ്ബീഹ് ചൊല്ലിയിട്ടില്ല. ഇതിന് വേറൊരു പാഠം കൂടിയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരിക്കും നബി തങ്ങളുടെ കാലശേഷം സാക്ഷാൽ ഖലീഫ എന്നൊരു സൂചന കൂടിയുണ്ട് മനസ്സിലാക്കാനും. ആവട്ടെ, നമ്മുടെ വിഷയം നബി തങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ചരക്കൽ തസ്ബീഹ് ചൊല്ലിയെന്നാണ്. അപ്പൊ ആ കല്ലിലേക്കും നബി തങ്ങൾ നേതാവാണ് തെളിയിച്ചു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു ഇബ്നു അസാക്കിർ തങ്ങൾ. ഇനി മറ്റൊരു ഹദീസ് കാണാം. എന്തെന്നറിയാമോ? വാൻ അലിയും റളിയല്ലാഹു തആല അൻഹു, മഹാനായ അലിയാർ തങ്ങൾ. ഈ സലാം പറയുന്ന പരിപാടി നോക്കാം. അലിയാർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, കുന്നാബി മക്കത്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി തങ്ങളോടുകൂടെ മക്കയിലായിരുന്നു. അങ്ങനെ ഖറജ ഇലാ ബഅദി നവാഹിഹ, മക്കയുടെ ചില ഭാഗങ്ങളിലേക്ക് നബി തങ്ങൾ പുറപ്പെട്ടു. നബി തങ്ങളുടെ ഞങ്ങളുണ്ട്. ഫമസ്തഖബലഹു ഷജറത്തുൻ വലാ ജബലുൻ, ജബൽ എന്ന് പറഞ്ഞ അർത്ഥം വെച്ച് കല്ല് എന്നർത്ഥം. അപ്പൊ പാറകളും അതുപോലെ മരങ്ങളും ഒന്നും നബി തങ്ങൾക്ക് നേരിട്ട് നിൽക്കുന്നില്ല. ഇല്ല താലഹു, നബി തങ്ങളോട് ഈ പറയുന്ന മരം, ഈ പറയുന്ന കല്ലുകൾ പറഞ്ഞിട്ടല്ലാതെ. എന്ത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മനുഷ്യന്മാർ സലാം പറയുന്നത് പോലെ കല്ലുകളും പർവ്വതങ്ങളും മരങ്ങളും ഒക്കെ നബിയെ കാണുമ്പോൾ സലാം പറയുന്നു. ഇത് നേരെ ദീർഘസാക്ഷികളാണ് ഈ പറയുന്ന മഹാനായ അലിയാർ തങ്ങളൊക്കെ. അപ്പൊ നബി തങ്ങൾക്ക് സലാം ചൊല്ലിയിരുന്നു കല്ലുകൾ, നിർജീവികൾ. അപ്പൊ മരത്തിലേക്കും ഈ പറയുന്ന കല്ലുകളിലേക്കും ഈ ലോകത്തിലേക്കൊക്കെ നിയുക്തനായ നേതാവാണ് നബി തങ്ങൾ എന്ന് അറിയിക്കുന്ന ഹദീസാണ് ഇതൊക്കെ. ഇത് ആ റിപ്പോർട്ട് ദാരിമിയും തുർമുദിയുമാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്.
ഈ നോക്കൂ, മഹാനായ നബി തങ്ങൾ തന്നെ പറയട്ടെ, വാൻ ജാബിർ ബിൻ സമുറത്ത എന്ന് പറയുന്ന മഹാനെ തൊട്ട് റിപ്പോർട്ട് അൻഹു മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് എന്താ നബി തങ്ങൾ പറയുന്നു, ഇന്നി ലഅരിഫു ഹജറൻ ബി മക്കത്ത കാന യുസല്ലിമു അലയ്യ. മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മക്കയിൽ ഒരു കല്ലുണ്ടായിരുന്നു, എന്നോട് സലാം പറഞ്ഞ കല്ല്. ആ കല്ല് ഇപ്പോഴും എനിക്കറിയാം എന്ന് റസൂലുള്ള പറയുന്നു. അപ്പൊ കല്ലുകൾ നബിനോട് സലാം ചൊല്ലി, മരങ്ങൾ നബിനോട് സലാം ചൊല്ലി. ഇവരിലൊക്കെ നബി തങ്ങൾ നേതാവാണ്, തെളിവാണ് ഇത്. അതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. മഹദി പറയുന്നു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, ലമ്മസ്തഖ്ബലനി ജിബ്രീലു ബിദ്ദിസാലത്തി, ദിസാലത്ത് പദവിയുമായി ജിബ്രീൽ എനിക്ക് മുന്നിട്ട് വന്നപ്പോൾ, അതെനിക്ക് നൽകിയപ്പോൾ, ജഅൽതു ഞാനായി എന്തായി, ലാ അമുറു ബി ഹജരിൻ വലാ ഷജരിൻ, ഒരു കല്ല് അല്ലെങ്കിൽ മരം ഇതിന്റെ അരികിൽ കൂടെ ഒന്നും ഞാൻ നടക്കുമായിരുന്നില്ല. ഇല്ലാ ഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന സലാം എന്നോട് പറഞ്ഞിട്ടല്ലാതെ ഒരു കല്ലിന്റെയോ ഒരു മരത്തിന്റെയോ അരികിൽ ഞാൻ നടക്കുമായിരുന്നില്ല പ്രവാചകനതിന് ശേഷം എന്നാണ്. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റിപ്പോർട്ടാണ്. ബസ്സാർ ഇമാമാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്. അപ്പൊ വ്യക്തമായി ഈ തെളിവ് നോക്കാം. നമുക്ക് ഈ തെളിവുകളൊക്കെ എന്താ അറിയിച്ചു തരുന്നത്, നബിതങ്ങൾ ജിന്നി ഇൻസ് മലാക്കത്ത് മാത്രമല്ല ലോകം മുഴുക്കെ എന്താണ്, നബിലേക്ക് പോലും പ്രവാചകർ പറഞ്ഞല്ലോ, അതിലേക്ക് അയക്കപ്പെട്ടവരാണ് തിരുദൂതർ എന്ന്. ഇനി മറ്റൊരു ഹദീസ് വായിക്കാം. അൻ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു ലം യകുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യമുറു ബിഹജരിൻ വലാ ഷജരിൻ ഇല്ലാ സജദ ലഹു എന്ന് കാണാം. സലാം മാത്രല്ല, നബിക്ക് വണങ്ങിയിരുന്നു, താഴ്മ ചെയ്തിരുന്നു, വിനയം കാണിച്ചിരുന്നു എന്നും കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കല്ലിന്റെയോ മരത്തിന്റെയോ അരികെ നടക്കുമായിരുന്നില്ല. അതെന്താകും, നബി തങ്ങൾക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ. സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ അനുസരിക്കുക, വിനയം കാണിക്കുക, അസ്സലാമു അലൈക്കും പോലോത്തത് കൊണ്ടും തഹിയ്യത്തിന്റെ കാഴ്ചയുടെ സുജൂദ് അങ്ങനെയൊക്കെ ഉണ്ട്, അല്ല സാക്ഷാൽ ശരിയായ സുജൂദ് അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വണക്കം കാണിക്കണമെങ്കിലും വിനയം കാണിക്കണമെങ്കിലും നേതാവിന്റെ മുന്നിൽ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലായി, വ്യക്തികൾക്കെല്ലാം നബി നേതാവാണെന്ന് അറിയിക്കുന്ന കഴിവ് അല്ലാഹു തആല അവർക്ക് കൊടുത്തു, അവർ അതുപോലെ ചെയ്തു എന്നർത്ഥം. ഈ ഹദീസ് ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഫി ഹദീസിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം എന്ത്, ഇദഷ്തമല അലൈഹി എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ എളാപ്പ ആണല്ലോ അബ്ബാസ് എന്ന് വരും. ആ അബ്ബാസ് എന്നവരുടെ മേലിൽ ചുറ്റിയപ്പോൾ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ ചുറ്റി. അലാ ബനീഹി, നബി തങ്ങളുടെ അബ്ബാസ് എന്നുള്ള മക്കളെ മേലും അബ്ബാസ് തങ്ങളുടെ മേൽ നബി തങ്ങൾ ചുറ്റിപ്പൊതിഞ്ഞു. മുലാഅത്തി എന്ന് പറഞ്ഞ പുതപ്പ് കൊണ്ട് കുത്തിപ്പൊതി, ഒരു പുതപ്പാണ്. ആ പുതപ്പുകൊണ്ട് ആകെ ചുറ്റിയിട്ട് വദഅലഹും, അവർക്കെല്ലാവർക്കും വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ചു. ബിസിത്തിരി മിനന്നാരി, നരകത്തെ തൊട്ട് മറയിടണം എന്നതുകൊണ്ട്. അപ്പൊ നരകത്തെ കടത്തരുത്, അത് മറയാക്കണം എന്ന് നബി തങ്ങൾ വേർന്നു. അങ്ങനെ വേർന്നപ്പോൾ എന്താണെന്നറിയാമോ, ഏതുപോലെ തിരികെ ഇയ്യാഹും ബി മുലാഅത്തിഹി, റസൂലുള്ളാഹിന്റെ പുതപ്പ് കൊണ്ട് ഈ എളാപ്പിയെയും മക്കളെയും നബി തങ്ങൾ പൊതിഞ്ഞല്ലോ, അതുപോലെ മറച്ചല്ലോ, അതുപോലെ നരകത്തെ തൊട്ട് ഇവരെ മറക്കണം നബി അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ആരാ ഉത്തരം പറഞ്ഞത്, മനുഷ്യന്മാരാരുള്ള. അമ്മനത്ത് ഉസ്കുഫത്തിൽ ബാബി, അവിടെയുള്ള വീടിന്റെ കവാടം, ആ വീടിന്റെ വാതിൽ, ആ വാതിന്റെ ഉമ്മരപ്പടിയാണ് ആമീൻ പറഞ്ഞത്. മാത്രമല്ല ഹവായത്തുൽ ബൈത്തി, വീട്ടിന്റെ ചുമരുകളും ആമീൻ ആമീൻ എന്ന് എന്ത് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോ ആമീൻ ചൊല്ലിയത് നിർജീവിയാണ്. ഏത് മരക്കട്ടിലാണ്, കട്ടിലിന്റെ ഉമ്മരപ്പടി, ചുമര്, ഇതൊക്കെ ജീവല്ലാത്ത ഇതല്ലേ, ബുദ്ധിയില്ല, ജീവമല്ല. ഇങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് ആമീൻ പറയണമെങ്കിൽ ഇവർക്കറിയാം നബി ഞങ്ങൾക്കും നേതാവാണ്, പ്രവാചകരാണ് എന്നതുകൊണ്ട് തന്നെയല്ലേ. ഇതൊക്കെ തെളിവുകളാണ്. ഈ ഹദീസ് ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ മൊത്തം ഈ ഹദീസ് ഞാൻ എടുത്ത കിതാബിന്റെ പേര് നസീം റിയാദ് എന്നാണ്. പേജ് നമ്പർ പറയാം, 65, 66, 67, 68 എന്നീ പേജ് മറിച്ച് നോക്കിയാൽ കാണാം. ഈ വിഷയം ശറഹുൽ അംസിയ്യ 188, 189 കാണാം.
ഇങ്ങനെ കിതാബ് 2 കിതാബിലെ ഉദ്ധരണിയാണ് ഞാൻ ഇപ്പോൾ വായിച്ചത് ഈ ഹദീസൊക്കെ. ഇനി വേറൊരു ഹദീസ്, വഅൻ ആയിഷത്ത റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, മഹദി ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കാന ഇൻദന, ഞങ്ങൾ അടുത്തുണ്ടായിരുന്നു, ദാജിനുൻ, ഒരു ദാജിൻ എന്ന സാധനം, അതായത് മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്ന ജീവികളെ പോലെ, ഒരു പൂച്ചയും അതുപോലെ പറവകളൊക്കെ ജീവിക്കുമല്ലോ, കിളി പോലെ, അങ്ങനെയുള്ള ജീവി ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തിനു പറയുന്നു, ഫൈദാകാന ഇൻദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളടുത്ത് തിരുപ്രവാചകർ ഉണ്ടാകുമ്പോൾ കറ വസബ മക്കാരഹു, അത് അവിടെ ഉറച്ചു നിൽക്കും, അവിടെ ചാടിക്കളിക്കും, ഇങ്ങനെയൊക്കെയാണ്. വലം യദ്ഹബ്, പുറത്തേക്ക് പോകില്ല, വരില്ല, അവിടെ ഉണ്ടാവും, അടങ്ങി ഒതുങ്ങി അവിടെ ചാടി കളിച്ചു നിൽക്കും. വലം യുഅയ്യിറു ശഅ്നഹു തൗഖീറൻ ലഹു വതക്രീമൻ വഹൈബത്തൻ മിൻഹു വതഅദീമൻ, നബിയോടുള്ള ബഹുമാനം, ആദരവ്, മാന്യത, ഇതെല്ലാം ആയിരുന്നു അത് ചെയ്യാൻ കാരണം. അപ്പൊ അത് അതിൻ്റെതായിരിക്കുന്ന ജോലികളൊന്നും മാറ്റം വരുത്താതെ അത് അതിന്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നബിനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആദരിക്കുമായിരുന്നു ഈ ദാജിൻ. ഇതും ഒരു ജീവിയാണ്, ബുദ്ധിയില്ലാത്ത ജീവി. വൈദാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പോയാലോ ജാഅ വദഹബ, അത് ചാടിക്കളിക്കും, പടച്ചു നടക്കും, പോവുക ചെയ്യും, ഇങ്ങനെയാണ്. അപ്പൊ നബി ഉണ്ടാകുമ്പോൾ വലിയൊരു ആദരവ് നൽകുന്നു. ഇങ്ങനെ ഒരു ജീവി ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ എന്താണ്, അവർക്കും അത് നേതാവാന്ന് അറിഞ്ഞല്ലോ. അഹമ്മദ്, ഇമാം ബസ്സാർ, അബൂ യഅല, തൊബറാനി, ബൈഹഖി, ദാറുഖുത്നി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഹദീസ്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണ്, കിതാബുകൾ പരതുമ്പോൾ നിങ്ങൾക്ക് ഈ ഹദീസ് കാണാം, അങ്ങനെ കണ്ടെത്തിക്കോളൂ. മൗലിദ് കിതാബിൽ ഇങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങൾ കണ്ടേക്കാം, ഒരുപാട് മൗലിദ് എഴുതിയിട്ടുണ്ടല്ലോ. അതിലൊക്കെ ഇത് വരുന്നത് എന്തുകൊണ്ട്, അതിന്റെ അടിസ്ഥാന തെളിവുകൾ ഇത് തന്നെയാണ്. ഇതിനാർക്ക് നിഷേധിക്കാനൊന്നും എതിർക്കാനൊന്നും കഴിയില്ല. ഇനി അടുത്ത ഹദീസ് എന്താ, അൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ മഹ്ശിരി മിൻ സ്വഹാബിഹി, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അയറാബി കടന്നു വരുന്നു. ഇനി എന്താ പറയാൻ പോകുന്ന ചോദിച്ചാൽ, ഉടുമ്പ് പോലത്തെ ജീവികൾ വന്നിട്ട് റസൂലുള്ളാഹിയാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ തെളിവായിട്ട് പറയാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അയറാബിത കയറി വരുന്നു നബിയുടെ സ്വഹാബത്തിനെയും അടുത്തേക്ക്. എന്താണ് കാട്ടുന്ന അറിയോ, കസ്വാദ വബ്ബൻ, അയാൾ ഒരു ജീവി, ഉടുമ്പിനെ വേട്ടയാടി ഇത് കൊണ്ടുവന്നു. ഉടുമ്പിനെ പറ്റി ചെറിയ രൂപത്തിൽ പറയാം, അതൊരു ജീവിയാണ്, എല്ലാവർക്കും അറിയപ്പെടാൻ പറ്റുന്ന ജീവിയാണ്. അതിന്റെ സ്വഭാവം നോക്കൂ, അതിന്റെ മാളവുമായത് വിട്ടു പുറത്തേക്ക് പോയാൽ മാളത്തിലേക്ക് അത് വരാറില്ല, ചേരാറില്ല, വെള്ളം കുടിക്കൂല, അങ്ങനെ നടക്കും. അത് ജീവകൂട്ടത്തിൽ കുറച്ച് നീണ്ടു നിൽക്കുന്ന ജീവികൾ എങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ കുറെ കഴിയും ജീവൻ പോകാന്. പിന്നെ അതിൽ 700 കൊല്ലക്കാരും ജീവിക്കും എന്നൊക്കെ പറയും, അതിന്റെ അപ്പുറം ജീവിക്കും എന്ന് പറയുന്നുണ്ട്. അത് 40 ദിവസം കൂടുമ്പോൾ ഒറ്റ മൂത്രം ഉപയോഗിക്കുന്നതാണ്, ഒറ്റുകയുള്ളൂ എന്നാണ്. കാരണം വെള്ളം കുടിക്കാത്തൊരു ജീവിയാണ്. അപ്പോ 40-ൽ ഒരു പ്രാവശ്യം 40 ദിവസം ആകുമ്പോൾ ഒരിക്കൽ മൂത്രം ഒഴിക്കുന്ന ഒരു തുള്ളി. ഇങ്ങനെയുള്ള ജീവിയാണ് ഉടുമ്പ്. അപ്പൊ അതിനെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആ ഉടുമ്പിനെ വേട്ടയായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ വേട്ടയാടി വരുമ്പോൾ ബക്കാല, ഈ അയറാബി ചോദിക്കുകയാണ്, ആരാണ് ഈ ഇരിക്കുന്ന ആളെന്ന് ചോദിച്ചില്ല, ഇവരെ ചൂണ്ടിയില്ല ചോദിക്കുന്നത്. അപ്പൊ കാലു സ്വഹാബാക്കൾ പറയുകയാണ്, എന്തറിയോ, അത് നബിയുള്ള അള്ളാന്റെ പ്രവാചകരാണെന്ന് സ്വഹാബത്ത് മറുപടിയും കൊടുത്തു. അപ്പൊ പിന്നെ ബക്കാല, ഈ അയറാബി പറയുകയാണെന്ന്, വല്ലാത്ത വൽഉസ്സ, വല ദൈവമാണത്, കഅബത്തിന്റെ ഉള്ളിൽ വെച്ച് പൂജിക്കപ്പെടുന്ന ദൈവമാണ് ലാത്തയും. ഇതിനെ സത്യം ചെയ്തുകൊണ്ട് ആരാ പറയുകയാണ്, ലാ ആമൻതു ബിക, അല്ലെങ്കിൽ ബിക ഹാദൽ നബ്ബു, ഞാൻ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കൂല, അല്ലെങ്കിൽ ഈ ഉടുമ്പ് വിശ്വസിക്കണം, അങ്ങനെ രണ്ടിലൊന്ന് വേണം, ഇല്ലെങ്കിൽ നടക്കൂല. ഒന്നിരിക്കൽ ഉടുമ്പ് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കൂല, തെളിവിട്ടണം. എന്താ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉടുമ്പ് വിശ്വസിച്ചാൽ വിശ്വസിക്കുമല്ലോ, അങ്ങനെ അള്ളാഹു തആലക്ക് അതറിയാലോ, അപ്പൊ നബിക്കും അതറിയാം, മോചിതത്തായിട്ട് അള്ള കൊടുക്കുകയാണ്. അങ്ങനെ ഉടുമ്പിനെ ഈ പറയുന്ന അയറാബി നബിന്റെ മുന്നിൽ ഇട്ട് കൊടുത്തു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ നബി തങ്ങൾ യാ ലബ്ബു എന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചു, ലബ്ബു എന്ന് വിളിച്ചു. ലബ്ബു എന്ന് വിളിക്കുമ്പോൾ ഉത്തരം കൊടുത്ത രീതി നോക്കാണ്, അജാബഹു ബിലിസാനിൻ മുനീൻ മുബയ്യിൻ, നല്ല വ്യക്തമായ രീതിയിലുള്ള നാക്കുകൊണ്ട് സംസാരിക്കുന്ന രീതി തന്നെ ഉത്തരം കൊടുത്തു. യസ്മഉൽ ഖൗമു ജമീഅൻ, അവിടെയുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന നല്ല വ്യക്തമായ രീതിയിൽ തന്നെ നാവ് കൊണ്ട് ഉത്തരം കൊടുക്കുന്നു, ഉടുമ്പിന്റെ നാക്കുകൊണ്ട്.
ലബ്ബൈക വസഇദൈക യാ സൈന മൻ വാഫൽ ഖിയാമ. അന്ത്യദിനത്തിൽ എല്ലാ കാര്യവും പൂർത്തിയാക്കി വീട്ടുന്ന കൂട്ടത്തിൽ ഏറ്റവും അഴകായവരെ എന്ന് തിരിച്ച് ഉടുമ്പ് നബിക്കോ സ്ഥാനപ്പേരിട്ട് വിളിച്ചു. ഈ വിളി സ്വഹാബത്തെല്ലാവരും കേട്ടു. അങ്ങനെ വിളിക്ക് ഉത്തരം കിട്ടിയ ശേഷം വ്യക്തമായി വിളിക്കുകയാണ്, വ്യക്തമായ രീതിയിലാണ്. അപ്പൊ എന്ത് നോക്കിക്കോളെ അങ്ങനെ കാല. അപ്പൊ നബി തങ്ങൾ ചോദിക്കുകയാണ്, മന്താബുദു, നീ ആർക്കാണ് ആരാധിക്കുന്നത് എന്ന് ഉടുമ്പിനോട് നബി ചോദിച്ചു. കാല, അപ്പോൾ ഉടുമ്പ് പറയുകയാണ്, അല്ലദീ ബിസ്സമാഇ അർശുഹു, ആകാശലോകത്തിലാണ് അവന്റെ സിംഹാസനം, അങ്ങനത്തെ അല്ലാഹ്ക്ക് ഞാൻ ആരാധിക്കും. അധികാരം എന്നർത്ഥം. ഒഫിൽ അർളി സുൽത്താനുഹു, ഭാഗ്യമായ അധികാരം ഈ പ്രപഞ്ചത്തിലാണ് അങ്ങനത്തവന്. ഒഫിൽ ബഹരി സബീലുഹു, അവരിലേക്ക് ചെന്നെത്താൻ പറ്റുന്ന റൂട്ട് അള്ളാഹ് നിഅമത്തുള്ള വഴികൾ നിറഞ്ഞതാണ് സമുദ്രം. ഒഫിൽ ജന്നത്തി റഹ്മത്തു, സ്വർഗീയ ലോകത്ത് അവന്റെ കരുണയുണ്ട്. ഒഫിൻ നാരി ഇഖാബുഹു, നരകലോകത്ത് അവന്റെ ശിക്ഷയുമുണ്ട്. ഇങ്ങനെയെല്ലാം അധികാരമുള്ള ഒരു പടച്ചോനാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് ഉടുമ്പ് അർത്ഥസംഘക്കിടയില്ലാതെ മനുഷ്യ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോ നബിതങ്ങൾ ചോദിക്കുന്നു, ഫമന്നന, ഉടുമ്പേ ഞാൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം അവിടെ കിട്ടിയല്ലോ. ഇനി നബി ആരാന്നറിയാം. അപ്പോൾ ഉടുമ്പ് പറയുന്നു, റസൂൽ റബ്ബിൽ ആലമീന വഖാതമുൻ നബിയീന വഖദ് അഫ്ലഹ മൻ സദ്ദഖക വഖദ് ഖാവ മൻ കദബക എന്ന് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? താങ്കൾ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ ദൂതനാണ്, അവസാന പ്രവാചകനാണ്. നിങ്ങയെ വാസ്തവമാക്കി അനുസരിച്ചവർ വിജയിച്ചു, നിങ്ങയെ കളവാക്കി തള്ളിയവൻ പരാജയപ്പെട്ടു. ഇത് പറഞ്ഞു ഉടുമ്പ്. ഇപ്പോ ആറാബിക്ക് കാര്യം ബോധ്യമായി. ആറാബിന്റെ ഉദ്ദേശം പൂർത്തിയായി, തെളിവായി. ഉടുമ്പ് നബിക്ക് സാക്ഷി നിന്നു, വ്യക്തമായി സംസാരിക്കുകയും ചെയ്തു, നേരെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അസ്ലമൽ അറാബി, അത് കാരണം അറാബി മുസ്ലിമാവുകയും ചെയ്തു. ഇവിടെ വിഷയം അറാബി മുസ്ലിമാവിന്റെ കാരണം ലബ്ബാണ്. ലബ്ബ് എന്ന് പറഞ്ഞൊരു ജീവിയാണ്, സംസാരിക ശേഷിയില്ലാത്ത, വകതിരിവില്ലാത്തൊരു ജീവി. പക്ഷെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നബിയാണെന്ന് അംഗീകരിച്ചു, അള്ളാഹിനെ പറ്റി മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ നബിയാണെന്നും സാക്ഷിത്വം വഹിച്ചതും എന്തുകൊണ്ടാണ്? ആ ഉടുമ്പിലേക്കും നേതാവാണ് നബി. അതാണ് ഇത് മനസ്സിലാക്കുന്നത്. ഈ ഹദീസ് തുബറാനി ഇമാം ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു സംഗതി കാണാൻ, ചന്നായ സംസാരിക്കുന്നു. ചന്നായ നബിനെ കുറിച്ച് നോക്കുക. وعن أبي سعيد الخدري رضي الله تعالى عنه بين راء يرعى غنما له, ഒരാട് മേക്കുകാരൻ, അദ്ദേഹം ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആട്ടുംകൂട്ടത്തിൽ നിന്ന് ഒരാട്ടുംകുട്ടിയെ പിടികൂടി ചന്നായ. പിടികൂടിയപ്പോൾ ചന്നായിൽ നിന്ന് ആ ആട്ടുംകുട്ടിയെ ആടുമേക്കുകാരൻ എന്താക്കി പിടിച്ചു വാങ്ങി. പിടിച്ചു വാങ്ങിയപ്പോൾ അങ്ങനെ ചന്നായ ചന്ദനപ്പടിയിട്ട് ചന്തി കുത്തിയിരുന്നു. ഇരുന്നിട്ട് ഈ മേക്കുകാരനോട് ചോദിക്കുന്നു, ചെന്നായ ചോദിക്കുന്നു, അലാ തത്തഖില്ല, നീ എന്താ അള്ളാനെ പേടിക്കാത്തത്? നമുക്ക് അള്ളാനെ പേടില്ലേ എന്ന് ചോദിച്ചു. ഹുൽത ബൈനി വ ബൈന റിസ്ഖി, എന്റെയും എനിക്ക് നൽകിയ ഭക്ഷണത്തിന്റെ നീ തടയുന്നു. ഈ ആട്ടിൻകുട്ടി എനിക്ക് അള്ളാഹുത്തെ നൽകിയ ഭക്ഷണമാണല്ലോ, ഇതെന്തിനാ പിടിച്ചു വാങ്ങിയത്? എന്റെ ഭക്ഷണം നീ എന്തിനാ തടഞ്ഞെന്ന് ചോദിച്ചു. ഇത് പറയുന്നതോടുകൂടി റായി, അതാ ആട് മേക്കുകാരൻ പറയുന്നു, മനുഷ്യർ സംസാരിക്കും പ്രകാരത്തിൽ ഇതാ ചന്നായി സംസാരിക്കുന്നു. വല്ലാത്തൊരു അത്ഭുതം. ഇത് പറയുമ്പോൾ ചന്നായി തിരിച്ച് വീണ്ടും അറാബിയോട് പറയുന്ന മേക്കുകാരോട് പറയുന്നു. അപ്പൊ ചന്നായി പറഞ്ഞു, അലാ ഉഖിബിറുക ബിഅഅജബിൻ ദാലിക, ഇതിനേക്കായും പുതുമയുള്ളൊരു മഹാ അത്ഭുതം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചന്നായി നേരെ തിരിച്ചു ചോദിച്ചു. എന്നിട്ട് ചന്നായി പറഞ്ഞു കൊടുക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ഹറത്തൈനി, അള്ളാഹിന്റെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് ഈ രണ്ട് മലമടക്കുകൾക്കിടയിൽ. ഹറത്തൈൻ എന്ന് പറഞ്ഞാല് എന്താന്ന്, മദീനക്ക് ചുറ്റുമുള്ള കറുത്ത പാറയുള്ള പ്രദേശം എന്നാണ്. അങ്ങനെ രണ്ട് പാറുണ്ട് അവിടെ. അതിന്റെ ഇടയിൽ അവിടെ നബി വന്നിട്ടുണ്ട്. നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ ആൾക്കാരുടെയും ചരിത്ര കഥകൾ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രവാചകൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ചെന്നായിൽ കൂടെ
എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആട് മേക്കുകാരൻ അറിയുന്നു. ഇത് കേട്ട പാടെ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആട് മേക്കുകാരൻ നബിന്റെ അടുത്തേക്ക് ഓടി വന്നു. ഫഅഖ്ബറഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ചന്നായും ഇയാളും കൂടിയുള്ള സംഭാഷണം നബിനോട് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ നബി തങ്ങൾ ഈ ആട് മേക്കുകാരോട് പറഞ്ഞു, ഖും, നീ എണീറ്റ് നിൽക്ക്, ഫഹദ്ദിസു, ഇവിടെ കൂടെ എല്ലാരോടും നീ വർത്തമാനം പറയും, ആ വിഷയം പറയുന്നു. സുമ്മ ഖാല, പിന്നീട് ഈ ആട് മേക്കുകാരൻ ആ കഥ പറഞ്ഞു കൊടുത്തു. കഥ പറഞ്ഞു കൊടുത്തപ്പോ നബി തങ്ങൾ പറയുന്നു, സ്വദഖ, ഈ ആട് മേക്കുകാരൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. ബസ്സാറും ബൈഹഖി ഇവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഹദീസ്. നോക്കൂ എത്രത്തോളം നല്ല സുന്ദരമായ രീതിയിൽ ആ ചണ്ടായി സംസാരിച്ചു. ഇനി നോക്കൂ വേറൊന്നുകൂടി കാണാൻ റിപ്പോർട്ടില്, അബൂ ഹുറൈറ തങ്ങളെ തൊട്ടുള്ള നിവേദനത്തിൽ, മനുഷ്യ നീ എവിടെയാണ്? നിന്റെയും ഈ പറയുന്ന നബിന്റെയും ഇടയിൽ ഇല്ല, ഇത് ഈ ചെരുവല്ലാതെ മറയില്ല, ഇത് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാൻ കഴിയുന്നു. അങ്ങനെ എന്തിനു പറയണം? ഇനി പോയിട്ട് ഇപ്പൊ തഫ്സീർ ബി ജുനൂദില്ല, അങ്ങനെ നീ പോയിട്ട് അള്ളാഹുവിന്റെ പാർട്ടിലാകാൻ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ കാല റായി, ഇത് പറയുമ്പോൾ ചെന്നായിയോട് സംഭാഷണം നടത്തണം, ചെന്നായി മേക്കുകാരനും. അപ്പൊ മേക്കുകാരൻ ചോദിച്ചു, മല്ലീബി വനബി, എന്റെ ആട് ആര് സംരക്ഷിക്കും, ആര് നോക്കും എന്ന് പറഞ്ഞു. കാല അസ്ഇബു അന അറാഹ, നീ ബേജാറാണ്ട, ആടുകളൊക്കെ ശരിക്കും നോക്കിക്കോളാം, ഒന്നും പറ്റൂലെന്ന് ചെന്നായി വാക്ക് കൊടുത്തു. അത്താ തെറിജിയ, നീ തിരിച്ചു വരുന്നത് വരെ ആടുകൾ ഞാൻ ഇവിടെ ഉണ്ടാവും, ഒരു കേടും ഉണ്ടാവില്ല. ശരി. അസ്ലമ റജുലു ഇലൈഹി വനമഹു, ഈ ആള് അദ്ദേഹത്തിന്റെ ആടുകളൊക്കെ ചെന്നായി ഏൽപ്പിച്ചു. മൂപ്പര് പോയി. അങ്ങനെ നബിന്റെ അടുത്തേക്ക് എത്തി. വദകറ ഖിസ്സതഹു വഇസ്ലാമഹു വവുജൂദഹു അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെന്നായി മൂപ്പരുടെ വർത്തമാന കഥകളൊക്കെ. മുസ്ലിമാണ് ഈ ആടിനെ ഏൽപ്പിച്ചു കൊടുത്ത കഥ. അങ്ങനെ എല്ലാ കഥകളും നബിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മഹാനായ നബി തങ്ങൾ ഈ ആട് മേക്കുകാരനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത് അറിയോ? നീ പോയിക്കോ, ബുദ്ധിമുട്ടൊന്നും വേണ്ട, നിന്റെ ആടുകളെ അവിടെ കിട്ടും, ഒരു കുഴപ്പമുണ്ടല്ലോ, മുഴുവൻ അവിടെ ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെന്നപ്പോ വജദഹ, അതുപോലെ കിട്ടി, ഒരു കേടും പറ്റിയിട്ടില്ല. ചെന്നായുടെ വാക്ക് പാലിച്ചു. അതിൽ നിന്ന് ഒരു ആടനെടുത്തിട്ട് അറുത്തിട്ട് ചെന്നായ്ക്ക് കൊടുക്കുകയും ചെയ്തു. എന്റെ ഉണ്ടായത് ഇവിടെ ചെന്നായ നബിനെ പറ്റി പറഞ്ഞു കൊടുത്തു. നബിയാണെന്ന് ചെന്നായ്ക്ക് അറിഞ്ഞത് എന്തുകൊണ്ടാ? ആ ചെന്നായി കൂട്ടത്തിലേക്കും നബിയാണ് നമ്മുടെ നബി. അപ്പൊ എല്ലാ നിർജീവികളും ജീവികളും ഇൻസ് ജിന്ന് മലായിക്കത്തെ എല്ലാവർക്കും നേതാവാണെന്ന് കിട്ടും. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അയാൾ ഈ കഥകളുമായി തിരിച്ചു വന്ന് കണ്ടു. ആണർത്തു കൊടുത്തില്ലേ, ഇതാണ് ചെന്നായുടെ കഥ. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ നസീമുർ റിയാദില് എന്ത് ചെയ്തിട്ടുണ്ട്? 76-ാം പേജിൽ പദ്യങ്ങൾ പാടിയിട്ടുണ്ട്. ഒന്ന് പാടി നോക്കാം ഇൻഷാ അല്ലാഹ്.